ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊരു വാഹനം മേടിക്കുന്നു, അതിനൊരു 2 തൊട്ട് 3 കൊല്ലം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഡ് കാർ മാർക്കറ്റിലെ ഈ വാഹനം ഒരു 1.5 ലക്ഷം രൂപ കൂടുതൽ നിങ്ങൾക്ക് കയ്യിൽ വന്നിട്ട് മറിച്ച് വയ്ക്കാൻ പറ്റും. ഇസ് ഇറ്റ് ഇവൻ പോസിബിൾ? യെസ്, അത് പോസിബിൾ ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ കംപ്ലീറ്റ് മാറ്റിമറിച്ച ഒരു വാഹനമുണ്ട്. നമ്മൾ കേരളത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരൻ അവൻ്റെ സിറ്റി റണ്ണൗട്ടിനും ഹൈവേയിൽ ഓടിക്കാനും എന്തിനും ഓഫ് റോഡിൽ ഓടിക്കാനും പിക്കപ്പായിട്ട് വരെ കൊണ്ടു നടക്കുന്ന ഒരു അടിപൊളി വണ്ടിയുണ്ട്. ഈ ചിരഞ്ജീവി എന്നൊക്കെ പറയൂലേ, അതേപോലെ. യെസ്, we are with one of the best tastefully restored Maruti 800 in our country right now, and see this. അപ്പോഴാണ് SSIT എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ജനറേഷൻ ലോഞ്ച് ചെയ്യുന്നത്. ദാറ്റ് വാസ് ഡയറക്ട്ലി ഇമ്പോർട്ട്. ആ സമയത്ത് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നുകൊണ്ടിരുന്നത് പ്രീമിയർ, പത്മിനി, അംബാസഡർ, അല്ലെന്നുണ്ടെങ്കിൽ ലാഡർ ഓൺ ഫ്രെയിം ടിപ്പിക്കൽ ഹാർഡ് ടു ഡ്രൈവ് വാഹനങ്ങളാണ്. ആ സമയത്ത് ആണ് SSIT വരുന്നത്. അപ്പോഴത്തേക്ക് ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് വളരെ ലൈറ്റായിട്ട് ഭയങ്കരമായിട്ട് മോണോവർ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാഹനം, അതും ചെറിയ കപ്പാസിറ്റി പെട്രോൾ എഞ്ചിൻ, നല്ല ഫ്യൂവൽ എഫിഷ്യൻറ്റ്, നല്ല പെപ്പി ആയിട്ട് ഡ്രൈവ് ചെയ്യാം. അന്നേരത്തേക്ക് ആൾക്കാർ മൊത്തം ഈ ഒരു വാഹനത്തിൽ ഒബ്സസ്ഡ് ആവുകയാണ്. അപ്പോഴത്തേക്കാണ് ഇതിന് ഞാൻ ഈ പറയുന്ന ഭയങ്കരമായ ഒരു നീണ്ടൊരു വെയിറ്റിംഗ് പീരീഡ് വരുന്നതും. ഇത് ഡൽഹി പോലത്തെ വലിയ സിറ്റികളിൽ ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാവുകയും അവിടെ ഇത് ആൾക്കാർ വാങ്ങിക്കൂട്ടി വെച്ചിട്ട് തിരിച്ച് ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നതൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു. അത്രത്തോളം ഒരു ഹിസ്റ്ററി പറയാനുണ്ട് മാരുതി 800 എന്ന് പറയുന്ന ഒരു വാഹനത്തിന്. ഈ ഒരു പറയുന്ന പർട്ടിക്കുലർ ഒരു ലുക്കിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു 97 97 തൊട്ട് ഒരു 2014 വരെ ഈ വാഹനം ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കുറച്ച് മൈനറായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് ഇത് ഏറ്റവും ലാസ്റ്റ് ജനറേഷനിലാണ് ഈ പറയുന്ന ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ സൈഡിലൊക്കെ ഉള്ള ഒരു ബ്ലാക്കിഷ് ഒരു ലുക്കൊക്കെ വന്നിട്ട് ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു Type 4 സമയം വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുന്നേ എനിക്ക് 2007 വാഹനം എൻ്റെ വീട്ടിലുണ്ട്. ആ വാഹനം നമ്മൾ ഒരു റീസ്റ്റോറേഷൻ, ഒരു സീരീസ് പോലെ തന്നെ നമ്മുടെ ഒരു ചാനലിൽ ഇനി വരുന്നതായിരിക്കും, അതിൻ്റെ ഒരു റീസ്റ്റോറേഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ. ആ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് വൈറ്റിൽ ഒരു ബ്ലാക്ക് ലൈൻസ് ഉള്ളൊരു വേരിയൻ്റാണ് വരുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ദിവസമായിട്ട് ഒരു സെർച്ചിലാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ലെജൻഡറി വാഹനങ്ങൾ നന്നായിട്ട് റീസ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത് കണ്ടെത്തി അത് നമ്മളൊന്ന് ഷോക്കേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സീരീസ് പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആദ്യം തോന്നി, ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ഏറ്റവും ലെജൻഡായിട്ടുള്ള മാരുതി 800 തന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഒരു സെർച്ച് നടത്തുന്നതും എനിക്ക് ഈ വാഹനം കിട്ടുന്നതും. താങ്ക് യു സോ മച്ച് ഹരി ബ്രോ. എനിക്ക് വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് വണ്ടി കൊണ്ട് തന്നതിനകത്ത് എനിക്കൊരു സന്തോഷമുണ്ട്. ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്, എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഈ വണ്ടി കാണാൻ. Oh honey, though our friendship ceases from now on, please don't talk about me when I'm gone. Oh honey, though our friendship ceases from now on. Yep. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 2004 മോഡൽ 800 ആണ്. ഇതിൻ്റെ ഒരു എൻജിൻ സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 796 cc ആണ്, ടു ബി സ്പെസിഫിക്. അതിൽ BHP എന്ന് പറയുന്നത് 37 ആണ്, 37 BHP ആണ്. അതേപോലെ 59 Nm ആണ് ടോർക്ക്. നമ്മൾ ഓൺ പേപ്പർ ഇപ്പോഴത്തെ നമ്മൾ ന്യൂ ജനറേഷൻ കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വളരെ ചെറിയൊരു പവർ ഫിഗർ ആണെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റും ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റിയും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വിച്ച് ഈസ് ആഡിക്വേറ്റ് പവർ. നമുക്കിങ്ങനെ പതിയെ റിലാക്സ് ചെയ്ത് ഒരുപാട് റഷൊന്നും അടിക്കാതെ ആരെയും വെറുപ്പിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാഹനമാണിത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് നമ്മളിതൊരു പൂർണ്ണമായിട്ടും കസ്റ്റമൈസ്ഡ് ആൻഡ് നല്ല നീറ്റ്ലി റീസ്റ്റോർ ഒരു വെഹിക്കിളാണ്. ഇതിൽ എനിക്ക് സ്റ്റിയറിംഗ് വീല് ഭയങ്കര ചെറുതാണ്, എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ നാനോയുടെ സ്റ്റിയറിംഗ് വീൽ ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷേ ഇത് കൊള്ളാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സീറ്റും കംഫർട്ടും. ഞാൻ പറഞ്ഞില്ലേ, സ്ലോ സ്പീഡിൽ പോകുമ്പോഴത്തേക്കും സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിലൂടെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. അതിന് AC അത്യാവശ്യം കുഴപ്പമില്ലാത്ത AC ആണ്. അതേപോലെ തന്നെ 800 എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി എലാബറേറ്റ് ചെയ്ത് പറയേണ്ട യാതൊരു ആവശ്യങ്ങളുമില്ല. എന്നിരുന്നാൽ പോലെ ഞാൻ ജസ്റ്റ് നമുക്ക് ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സംസാരിക്കുവാണ്. ഇതിലെ ഒരു
റോഡിന്റെ ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് പഠിച്ചൊരു വാഹനം 800 ആണല്ലോ. സോ ഈ ഒരു റോഡിന്റെ ഒക്കെ വിസിബിലിറ്റി അത്രത്തോളം മനോഹരമായിട്ടാണ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ വീട്ടിലെ 800 നമ്മൾ ഈ പറയുന്ന പോലെ ഒരു എപ്പിസോഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റീസ്റ്റോറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നത്, അതിന് എത്രയൊക്കെയാണ് കോസ്റ്റ് വരുന്നത്, അങ്ങനത്തെ സഹിതം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊരു പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് എപ്പിസോഡ് നമുക്ക് തന്നെ ഡിസ്കസ് ചെയ്ത് നമ്മളൊരു വാഹനം പോലെ നമുക്കത് ചെയ്യാം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പം ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് പുതിയ മാറ്റങ്ങളുണ്ട്. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് അടക്കം നമുക്ക് ഭയങ്കര ഡ്രൈവിംഗ് കംഫോർട്ട് കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ഇപ്പം ഞാനിത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ചോദിച്ചു, എൻ്റെ കയ്യിൽ ഒരു 800 ഉണ്ട്, ഞാനിത് സെല്ല് ചെയ്യണോ എന്നിങ്ങനെ ആലോചിക്കുക. അപ്പം ഞാനും ഈ വാഹനത്തിൻ്റെ ഓണറുണ്ട്, നമ്മുടെ ഫ്രണ്ട്. അപ്പോൾ അവനും കൂടെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നേ, എന്തിന് സെല്ല് ചെയ്യണ്ട ചേട്ടാ, ചേട്ടനത് കീപ്പ് ചെയ്യും, ചേട്ടൻ ഒരിക്കലും അത് സെല്ല് ചെയ്യരുത് എന്ന് ഞങ്ങളിങ്ങനെ പുള്ളിക്കാരനായിട്ട് പറയുമായിരുന്നു. നമ്മളിപ്പോൾ ഒരു പുതുസ് സ്ഥലത്ത് തിരിച്ചുകൊണ്ടിരിക്കുക. ഇത് പവർ സ്റ്റിയറിംഗ് അല്ല ഈ വാഹനം, എന്നിട്ട് പോലും ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിനൊരു അടിപൊളി വേരിയന്റ് ഉണ്ടായിരുന്നു 800-ന്റെ. ചില ആൾക്കാരുടെ കയ്യിൽ ഇപ്പോഴും അവർ നന്നായിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3 സിലിണ്ടർ വെഹിക്കിൾ ആണ്. നോർമലി 3 സിലിണ്ടറിൽ 2 വാൽവ് ആണുള്ളത്. ആ വാഹനത്തിൽ 4 വാൽവ്സ് ഉണ്ടായിരുന്നു. സോ അത് 12 വാൽവ് ആണ്, വിച്ച് ഈസ് മേറ്റഡ് ടു എ 5 സ്പീഡ് ട്രാൻസ്മിഷൻ. അതിന് ഏകദേശം ഇത്രയും വാൽവ്സ് എക്സ്ട്രാ വന്നപ്പോഴത്തേക്കും പവർ ഭയങ്കരമായിട്ട് കൂടി. ഏകദേശം 45 bhp ഉണ്ടായിരുന്നു അതിന്റെ പവർ. അതൊരു കിടിലം വണ്ടിയായിരുന്നു കേട്ടോ. 5 സ്പീഡ് ഉള്ള ആൾക്കാർക്ക് അറിയാം 5 സ്പീഡ് എന്ന് പറയുന്ന ഒരു മാരുതി എത്രത്തോളം ലെജൻഡറി ആയിരുന്നു എന്ന്. 5 സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കീപ്പ് ഇറ്റ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും നിൽക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും ചെയ്യരുത്. സോ ഇതൊക്കെയാണ് നമ്മുടെ 800-ന്റെ റിവ്യൂ. ഐ ലൈക്ക് ഇറ്റ്. ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെയാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഡ്രൈവിംഗ് പഠിച്ചൊരു വാഹനമാണിത്. ഒരു ശരാശരി ഒരു വാഹനപ്രേമിയുടെ മൈൻഡിൽ ഏറ്റവും ആദ്യത്തെ ഒരു വാഹനം. സോ ഇഫ് യു വോണ്ട് ഇറ്റ്, ജസ്റ്റ് കീപ് ഇറ്റ്, മെയിൻറ്റെയിൻ ഇറ്റ് ആൻഡ് റീസ്റ്റോർ ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഈ വീഡിയോ. ഇനി ഇതുപോലത്തെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. സോ ബൈ.